Hi friends, welcome to National Driving Institute. National Driving Institute പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു അഭിമാന നിമിഷമായിട്ടാണ് ഞാൻ ഈ നിമിഷത്തിനെ കാണുന്നത്. വളരെ സന്തോഷത്തോടുകൂടി തന്നെ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതും. അതായത് 19/2021 LDV വേരിയസ് പാലക്കാട് ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിച്ചു. എന്താ പറയുക, ഇതുവരെ ആദ്യം ഓരോരോ ആൾക്കാർ വിളിച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഈ ലിസ്റ്റിൽ ടോട്ടൽ വരുന്നത് 93 മെയിൻ ലിസ്റ്റ്, ബാക്കി 60 ചില്ലറ സപ്ലൈ ആയിട്ട് രണ്ടും കൂടെ 150 ചില്ലറ ആൾക്കാരാണ് ഇതിൽ വരുന്നത്. ഏകദേശം നല്ല രീതിയിലുള്ള ഒരു വിജയമാണ് ഇതിൽ കൈവരിച്ചിരിക്കുന്നത്. ഓരോ ആൾക്കാർ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം എനിക്ക് അറിയുന്ന പേരൊക്കെ ഞാൻ വന്നത് വഴിക്ക് തന്നെ ഞാൻ ഇതിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചു. ഇത് അറിഞ്ഞ വഴിക്ക് തന്നെ പ്രിൻ്റ് എടുത്ത് വെച്ച് ഓരോന്നോരോ നോക്കുമ്പോൾ നമുക്ക് ആൾക്കാരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. അതിനനുസരിച്ച് ചെയ്തു വെച്ച് പിന്നീട് നോക്കുമ്പോൾ ഓരോരോ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ആൾക്കാരുടെ എണ്ണമോ റാങ്കോ ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ജസ്റ്റ് വന്നിട്ടുള്ളൂ. വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാനത് പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെയായാലും വളരെ അധികം ഒരു അഭിമാനത്തോട് കൂടിയിട്ടുള്ളതാണ് നിങ്ങളോടിത് പറയുന്നത്. LDV വേരിയസിന് ആദ്യം ജീപ്പും ഒരു ബൊലോറയും വെച്ച് മാത്രമായിരുന്നു ട്രയൽ അടിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ആണ് എണ്ണം കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങി. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ വണ്ടികളുടെ എണ്ണം കൂട്ടി 5 വണ്ടിയാണ് ഞാൻ അന്ന് ഗ്രൗണ്ടിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ടെസ്റ്റിൽ പങ്കെടുത്ത ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഈ 5 വണ്ടിക്കുമുള്ള പ്രത്യേകത 3+1 ഗിയറുള്ള ജീപ്പുണ്ട്, 4+1 ഗിയറുള്ള ജീപ്പുണ്ട്, 5+1 ഗിയറുള്ള ജീപ്പുണ്ട്, പിന്നെ പ്ലസ് ബൊലേറോ. അതിനു പുറമെ റോഡ് പ്രാക്ടീസ് ചെയ്യാൻ ഒരു വണ്ടിയായിട്ടാണ് അന്ന് ചെയ്തിരുന്നത്. ഞാനെടുത്ത ഒരു എഫേർട്ടിൻ്റെ റിസൾട്ടാണ് ഇന്ന് ഞാൻ അഭിമാനത്തോടു കൂടി എൻ്റെ ഒരു ചരിത്ര വിജയമായിട്ട് മാറിയിരിക്കുന്നത്. പാലക്കാട് LDV വേരിയസ് 19/2021. നിലവിൽ ഏകദേശം 24ഓളം വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. ഇനി ഏകദേശം ഒരു 5-8-10ഓളം വേക്കൻസി കൂടെ റിപ്പോർട്ട് ചെയ്ത് വരാനുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. കാരണം എൻ്റെ അറിവ് എന്ന് പറയുന്നത് ഇവിടെ പഠിച്ചുപോയ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടും അവർ പറയുന്ന കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ്. അല്ലാതെ നമ്മളൊരു വിവരാവകാശം കൊടുത്തിട്ടോ വേറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടൊന്നും അല്ല. അങ്ങനെ അവരുടെ ഒരു അറിവാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് ഞാൻ നിങ്ങളോടും ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടെ പങ്കുവെക്കുന്നത്. ഇനി ഇതിപ്പോൾ ഏകദേശം നമ്മൾ എൻ്റെ അടുത്ത് തന്നെ പഠിച്ചുപോയ ആൾക്കാർ പോലീസിലും അതേപോലെ തന്നെ ഫയർഫോഴ്സിലും ഉള്ള ആൾക്കാർ ഈ ലിസ്റ്റിലുണ്ട്. അവർ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിലേക്ക് വരാൻ സാധ്യതയില്ല. കാരണം അത് ഇത്രയും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ജോബാണ്. എല്ലാ ജോലിയും ജോലി തന്നെയാണ്, എങ്കിലും അത് വരാൻ സാധ്യതയില്ല. ഇനി ചില ആൾക്കാർ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ മാത്രം വന്നു. അപ്പോൾ ഡിലീഷൻസോ എൻജിനോ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ പുറകിൽ റാങ്കിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ചാൻസുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. എങ്ങനെയായാലും ഈ ഒരു അഭിമാന മുഹൂർത്തം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇന്നിപ്പോൾ ഞാനിതിപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിന്ന് ഇത് സംസാരിക്കുന്നത്. കഴിഞ്ഞ 25-ാം തീയതി വരെ ഹൈക്കോർട്ട് ഷോഫറുടെ ഓട്ടം ഉണ്ടായിരുന്നു. ഫുൾ ഒരു ദിവസം പോലും റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഓണത്തിനുള്ള 3 ദിവസം റെസ്റ്റ് ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ നേരത്തെ എണീക്കുക, വൈകുന്നേരത്ത് ഒരുപാട് കിടന്നിറങ്ങുക. അപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കുക എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ വീട്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. 2 വീടായിട്ടാണ്, ഇപ്പുറത്തൊന്ന് അപ്പുറത്തൊന്ന്. ഇത് എൻ്റെ തറവാട് വീടാണ്. അപ്പുറത്ത് അച്ഛൻ താമസിക്കുന്നത് ഇവിടെയാണ്. ഞാൻ തൊട്ടപ്പുറത്താണ്, അപ്പുറത്തെ വീട് വെച്ചിട്ടാണ് അവിടെയാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ പഴയ വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വീടിൻ്റെ ഫ്രണ്ടിലായി കൊറോണ സമയത്തൊക്കെ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നിന്നിട്ടൊക്കെ എടുത്ത ഫോട്ടോ ഉണ്ടാവും. കറക്റ്റായിട്ട് ഫ്രണ്ടിൽ നിന്നുണ്ട് മരങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് നമ്മൾ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് പലതും മുകളിലേക്ക് കാണിച്ചേ. വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് നിർത്തുന്ന വണ്ടികൾക്കൊക്കെ നമ്മൾ ഈ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ തണുപ്പത്ത് നിൽക്കാനുള്ള ഒരു സൗകര്യമൊക്കെ അച്ഛൻ പിടിപ്പിച്ച് വെച്ച മരങ്ങളാണ്. അപ്പോൾ ഇവിടേക്കുള്ള വഴിയാണത്. സാധാരണ വീട്ടിൽ വെച്ച് വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടാറില്ല. മിക്കവാറും ഞാൻ ഗ്രൗണ്ടിലായിരിക്കുമല്ലോ. പക്ഷേ ഇതൊരു അർജൻറ്റ് വീഡിയോ ആയതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ജഗദീഷ് ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗുഡ് ബൈ.